ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ അലുവ. അതിനായിട്ട് നല്ല മധുരമുള്ള 3 പഴുത്ത മാങ്ങ എടുക്കുക. 4 അച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. 1 മുറി നാളികേരം, അതിൻ്റെ 1-ാം പാലും 2-ാം പാലും മാറ്റി വയ്ക്കുക. ഒരു ചെറിയ ബൗള് അരിപ്പൊടി, നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. 2 ടീസ്പൂൺ നെയ്യ്, 6 ഏലക്കായ, അത് പഞ്ചസാരയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അലുവയിലേക്കായിട്ട് ആദ്യം ചെയ്യണത് മാങ്ങ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് അരിച്ച് എടുക്കണം. ഇതിൽ ഞാരൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് മാങ്ങ അടിച്ച് അത് അരിച്ചെടുക്കാനായിട്ട് പറയണത്. ഇനി മാങ്ങ അലുവ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഒഴിക്കുകയാണ്. അതിലൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളയ്ക്കണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മാങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് നന്നായി വേവൊക്കെ ആയിട്ടുണ്ട്. ഈ തിളച്ച് നന്നായി വന്നിരിക്കുന്ന മാങ്ങയിലേക്ക് ഇനി അടുത്തത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ഒഴിക്കുകയാണ്. ശർക്കര ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ ശർക്കര നീര് ഇതിലൊഴിച്ചിട്ടുണ്ട്. അതും നന്നായി മാങ്ങയും കൂടി ഇളക്കുക. നന്നായി തിളച്ച് വരണ വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ശർക്കര നീരും നമ്മുടെ മാങ്ങയും കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സായതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിക്കുകയാണ്. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഈ അരിപ്പൊടിയിലേക്ക് 2-ാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം. അതൊന്ന് ഒരു ലൂസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അരിപ്പൊടി ഇടുമ്പോൾ അല്ലെങ്കിൽ അതിൽ കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുന്ന മാമ്പഴ ഹൽവയിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് അരിപ്പൊടി ഒഴിക്കണം. ഞാൻ മിക്സുകൾ തമ്മിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇളക്കി നിൽക്കണം. അത് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി മിക്സായി വന്നിട്ടുള്ള മാങ്ങ അലുവയിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിക്കുകയാണ് അതിലേക്ക്. ഒന്നാം പാൽ ഒഴിച്ചത് നന്നായി തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അലുവ നന്നായി തന്നെ അത് മിക്സ് ചെയ്ത് അത് യോജിച്ച് ആ ഒരു സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉണ്ടായിരുന്നത് ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലതായിരിക്കും. ഇടയ്ക്ക് അലുവയ്ക്ക് കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ അലുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അത് നല്ല കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല കട്ടയ്ക്കായി, നല്ല മിക്സൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ല ഒരു പാകത്തിന് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാണ്. ആയ അലുവ ഇനി പരന്ന ഒരു പ്ലേറ്റിലേക്ക് പരത്തി വെക്കുകയാണ്. ഇനി നമ്മൾ അലുവ അതേ പാത്രത്തിൽ വെച്ചിട്ട് പരത്തി ഒരു വാഴയിലെടുത്തിട്ടൊന്ന് ജസ്റ്റ് നെയ്യാക്കി പരത്തി കൊടുത്താൽ നന്നായിട്ട്. മാങ്ങ അലുവ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഹൽവ വേറൊരു പ്ലേറ്റിലേക്ക് മുറിച്ച് മാറ്റി വയ്ക്കുകയാണ്. നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഹൽവയാണ്. റെഡി ആയിട്ടുള്ള ഹൽവ ടേബിളിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതാ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റിൽ പറയുന്നതായിരിക്കും. സൂപ്പറാണെന്നാണ് പറയണത്. കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം.